ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സാവി ലേണിംഗ് ആപ്പിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 അതിൻ്റെ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻസ് ആണ്. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ടൈം ലൈൻ ഉണ്ടല്ലോ. 2023 ഇന്ത്യൻ പാർലമെൻറ്റ് 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. അതായത് നിലവിലുണ്ടായിരുന്ന 3 നിയമങ്ങൾ റിപ്പീൽ ചെയ്യുകയും പകരം പുതിയ 3 നിയമങ്ങൾ നിർമ്മിക്കുകയുണ്ടായി, പാസ്സാക്കുകയുണ്ടായി. ഒന്ന് ഭാരതീയ ന്യായ സംഹിത 2023 നമ്മൾ BNS 2023 എന്ന ഷോർട്ട് ഫോമിൽ അത് പറയും അല്ലേ. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ടാണ് BNS 2023 പാർലമെൻറ്റ് പാസ്സാക്കിയത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. അത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 അതിന് പകരമായിട്ടാണ് അല്ലേ. അതുകൂടാതെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് ഭാരതീയ സാക്ഷി അധീനിയം 2023. അങ്ങനെ 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ 2023 പ്രധാനപ്പെട്ട വർഷമാണ്. ആ കാര്യം കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ഒരു ടൈം ലൈനും അതിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കവുമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മൾ BNSൻ്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ ഈ 3 നിയമങ്ങളുടെ ഒരു ടൈം ലൈൻ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. 3 നിയമങ്ങൾ ഒരേ തീയതികളിലാണ് അവതരിപ്പിക്കുന്നതും പാസ്സാക്കുന്നതും ഒക്കെ. എങ്കിലും അത് ഒന്നുകൂടി ഇവിടെ പറയുകയാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 ഒരു ബില്ല് ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷാ 11/8/2023 പാർലമെൻറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. 11/8/2023 ഒരു ബില്ല് അവതരിപ്പിച്ചു, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ 2023 എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അത് പിന്നീട് വിഡ്രോ ചെയ്തു. അത് 12/12/2023 വിഡ്രോ ചെയ്തു. പകരം 12/12/2023 സെക്കൻഡ് ബിൽ അവതരിപ്പിച്ചു. ഭാരതീയ നാഗരിക് സുരക്ഷ സെക്കൻഡ് സംഹിത ബിൽ 2023 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ഓൺ 12th December 2023. യെസ്, ഓൺ 20th December 2023, അതായത് 20/12/2023 ദ ബിൽ വാസ് പാസ്ഡ്. ദാറ്റ് ദ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്കൻഡ് ബിൽ വാസ് പാസ്ഡ് ഇൻ ദ ലോക്സഭ. ദെൻ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഓൺ 21/12/2023. 21/12/2023 അത് രാജ്യസഭയും പാസ്സാക്കി. അപ്പോൾ ആദ്യ ബിൽ അവതരിപ്പിച്ചത് 11/8/2023 അത് വിഡ്രോ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ബിൽ അവതരിപ്പിക്കുന്നത് 12/12/2023. അത് ലോക്സഭ പാസ്സാക്കിയത് 20/12/2023. രാജ്യസഭ പാസ്സാക്കുന്നത് 21/12/2023. ഈ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നിയമവിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി യോഗ്യതയുള്ള മത്സര പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗസ്ഥന്മാർ, കാൻഡിഡേറ്റ്സ്, വിദ്യാർത്ഥികൾ, അതുപോലെ ഗവൺമെൻറ് സർവീസിലുള്ള കോടതികൾ, അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അവർക്കൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ, അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനാണ്. പിന്നെ ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ ക്ലാസ്സുകൾ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈം ലൈൻ ഇപ്പോൾ പറഞ്ഞു. 11/8/2023 ആദ്യത്തെ ബിൽ അവതരിപ്പിച്ചു, പിൻവലിച്ചു. 12/12/2023 രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചു. 21/12/2023 ലോക്സഭ പാസ്സാക്കി. 21/12/2023 രാജ്യസഭയിൽ ആ ബില്ല് പാസ്സാക്കി. ദെൻ ഇറ്റ് വാസ് സബ്മിറ്റഡ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഹർ അസെൻറ്റ് ഓൺ 12th December 2023. ഓൺ 25/12/2023 ദ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്കൻഡ് ബിൽ റിസീവ്ഡ് അസെൻറ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 25/12/2023 പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചു. അന്നേ ദിവസം തന്നെ അത് നോട്ടിഫൈ ചെയ്തു, നിയമമായി. എന്നാൽ അത് നടപ്പിലാക്കുന്നത് പിന്നീട് വേറൊരു നോട്ടിഫിക്കേഷൻ വഴിയാണ്. അത് വളരെ താമസിച്ചിട്ടാണ്. അതായത് 23/2/2024 മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സ് ഈ
നിയമം എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നോട്ടിഫൈ ചെയ്തു. അതുപ്രകാരം ഈ നിയമം നടപ്പിലായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 പ്രാബല്യത്തിൽ വന്നത് 1/7/2024 മുതലാണ്. ഓർത്തിരിക്കണോ ആ തീയതി? 1/7/2024 മുതലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറഞ്ഞേക്കാം. ആദ്യത്തെ ബില്ല് 11/8/2023 അവതരിപ്പിച്ചു, പിൻവലിച്ചു. രണ്ടാമത് 12/12/2023 പിൻവലിച്ചതിന് ശേഷം ഒരു പുതിയ ബില്ല് അവതരിപ്പിച്ചു. 20/12/2023 ലോക്സഭ അത് പാസ്സാക്കി. രാജ്യസഭയിൽ 21/12/2023 പാസ്സാക്കിയെടുക്കുന്നത്. പിന്നെ 25/12/2023 പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിച്ചു, അസൻറ്റ് ലഭിച്ചു അല്ലേ. എന്നാൽ 1/7/2024 ഈ നിയമം നടപ്പിലാകുന്നത്. അപ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയണമെങ്കിൽ, അതായത് 1973 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞ ക്രിമിനൽ നടപടി നിയമം അതായിരുന്നു ഇവിടെ നിലവിലിരുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയാൻ നമുക്കറിയാം. ഇപ്പോഴേ ദാറ്റ് റെഗുലേറ്റഡ് ദ പ്രൊസീജിയർ ഫോർ അറസ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി അല്ലേ, ട്രയൽ ഓഫ് ഒഫൻസസ്, ദെൻ ദ കണ്ടക്റ്റിംഗ് ട്രയൽ, അത് തന്നെ ഡെലിവറിങ് ജഡ്ജ്മെൻറ്റ്, അങ്ങനെ ഒരു ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റമായിരുന്നു നിലവിലിരുന്നത്. എന്നാൽ ഈ നിയമത്തിൽ അത് കുറച്ചേറെ അമെൻമെൻറ്റുകൾ വരുത്തിയുണ്ടായി, നല്ല മാറ്റങ്ങൾ വരുത്തിയുണ്ടായി. ഇപ്പോൾ ഒരു ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ഗവേണൻസിൻ്റെ ഒഴിച്ചുകൂടാനാത്തൊരു ഘടകമാണ് അല്ലേ. ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ജസ്റ്റിസ് സിസ്റ്റം ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് എ ഗുഡ് ഗവേണൻസ്. അപ്പോൾ ഒരു ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിൽ പല കാരണങ്ങൾ കൊണ്ട് അതിന് ഡിലേ ഉണ്ടാകാം. അതിപ്പം നടപടിക്രമങ്ങളുടെ ഒരു ലാച്ചസ് കൊണ്ടാകാം, പിന്നെ പെൻഡൻസി വളരെ കൂടുതലാണ് ക്രിമിനൽ കോടതികളിൽ മാറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 ഒരു ബില്ല് അവതരിപ്പിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയെടുത്തത് അല്ലേ. ഒരുപാട് മാറ്റങ്ങൾ വരികയുണ്ടായി, നല്ല ചേഞ്ചസ് ഒക്കെ ഉണ്ടായി കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യാം പിന്നീട്. ഇപ്പോൾ അറസ്റ്റിൻ്റെ കാര്യത്തിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അറസ്റ്റിൻ്റെ ഗ്രൗണ്ട്സിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയുണ്ടായി. അതുപോലെ ബെയിലിൻ്റെ കാര്യത്തിൽ, പിന്നെ പോലീസിന് എത്ര നാൾ ഒരാളിനെ കസ്റ്റഡി സൂക്ഷിക്കാം, അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ, പിന്നെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ടെക്നോളജിയുടെ ഉപയോഗം, അതുപോലെ ഹാൻഡ് കഫ് വെക്കുന്നതിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്, അതുപോലെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ മൊത്തത്തിൽ 484 സെക്ഷൻസാണ് ഉണ്ടായിരുന്നത്. അത് 37 ചാപ്റ്ററുകളായിരുന്നു. യഥാർത്ഥത്തിൽ 39 ചാപ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ 7A 21A, ചാപ്റ്റർ 7 പിന്നെ 7A ഉണ്ട്, അതുപോലെ 21 21A ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ CRPCയിൽ 39 ചാപ്റ്ററാണ്. 39 ചാപ്റ്ററും ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലും ഉണ്ട്. എന്നാൽ സെക്ഷൻസിൽ നല്ല മാറ്റം വന്നു. സെക്ഷൻസ് 531 സെക്ഷൻസായിട്ട് ഉയരുകയുണ്ടായി കേട്ടോ. 531 സെക്ഷൻസായിട്ട് ഉയരുകയുണ്ടായി. കുറച്ച് സെക്ഷൻസ് ഡിലീറ്റ് ചെയ്തു, 15ഓളം സെക്ഷൻസ് ഡിലീറ്റ് ചെയ്തു, ഏതാണ്ട് 15ഓളം സെക്ഷൻസ് പുതുതായിട്ട് കൂട്ടിച്ചേർത്തു. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ? 39 ചാപ്റ്റേഴ്സ്. ടോട്ടൽ 39 ചാപ്റ്റേഴ്സാണ് അല്ലേ. അതുപോലെ തന്നെ എത്ര സെക്ഷൻസ് ഉണ്ട്? 531 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഈ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് ഒന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സംഹിത ഡിസ്കഷൻ എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ ഒരു വിശദമായ ഒരു ഇൻഡെക്സ് കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് പരീക്ഷയ്ക്കൊക്കെ വളരെ പ്രയോജനപ്രദമായിരിക്കും. കാരണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും കോടതികളിലും മറ്റും പുസ്തകം കൊണ്ടേ പരീക്ഷ എഴുതാം. അപ്പോൾ പുസ്തകത്തിൽ ഈ ആൻസർ ലൊക്കേറ്റ് ചെയ്യുന്നതിനും മറ്റും നമ്മൾ ബെയറാക്റ്റ് ഷെയർ ചെയ്ത് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിയമ വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് പ്രയോജനപ്പെടും. ബെയറാക്റ്റ് നന്നായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ജില്ലാ ജഡ്ജിൻ്റെ പരീക്ഷകൾ, മജിസ്ട്രേറ്റ് പരീക്ഷകൾ, അതുപോലെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷകൾ എഴുതുന്നവർ, അവർക്കൊക്കെയും ഇത് പ്രയോജനപ്പെടും. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിയമത്തിൻ്റെ പേരെന്താണ്? ഭാരതീയ നാഗരിക്. നാഗരിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നാഗരിക് എന്ന് പറഞ്ഞാൽ സിറ്റിസൺ എന്നാണ്. ഭാരതീയ നാഗരിക്, ഭാരതീയ പൗരൻ, അത് അവരുടെ സുരക്ഷാ സംഹിതയാണ്. ഭാരതീയ പൗരൻ്റെ സുരക്ഷാ സംഹിതയാണിത്.
സംഹിത എന്ന് പറഞ്ഞാൽ കോഡ് അല്ലെങ്കിൽ നിയമം തന്നെയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇന്ത്യൻ സിറ്റിസൺസ് സേഫ്റ്റി കോഡ് എന്ന് പറയാം. ഇന്ത്യൻ സിറ്റിസൺസ് സേഫ്റ്റി കോഡ്, ഇന്ത്യൻ സിറ്റിസൻ്റെ, ഇന്ത്യൻ പൗരൻ്റെ സുരക്ഷിതയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോഡാണിത്. ഭാരതീയ പൗര സുരക്ഷാ സംഹിത എന്ന് പറയാം. ഭാരതീയ നാഗരിക് എന്ന് പറയുമ്പോൾ സിറ്റിസൺ എന്നാണ് അർത്ഥം. ഹിന്ദി വാക്കാണ് നാഗരിക്, സിറ്റിസൺ ആണ്. അപ്പോൾ അതിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഒന്ന് പരിശോധിക്കാം. അതായത് മൊത്തം 39 ചാപ്റ്റർ ഉണ്ട്, 531 സെക്ഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ? അടിസ്ഥാനപരമായിട്ട് ഈ ചാപ്റ്ററിലോ അതിൻ്റെ ടൈറ്റിലോ ഒന്നും മാറ്റമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. എന്നാൽ നമ്മളിത് ആഴത്തിൽ പരിശോധിച്ചാൽ ഭയങ്കര മാറ്റങ്ങളാണ്, നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് പലയിടത്തായിട്ടുള്ളത്. അത് സംബന്ധിച്ചിട്ട് ഒരു 5-6 പേജുകൾ തന്നെ തയ്യാറാക്കേണ്ടി വന്നു. ഒരു 10ഓളം പേജുകൾ അതിൻ്റെ ഡിഫറൻസ് ഞാൻ നോട്ട് ചെയ്യണ്ടായി. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം വളരെ വിശദമായിട്ട്. ഓക്കെ, അപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നിന്ന് വളരെ അധികം ഭേദഗതികൾ നടപടിക്രമങ്ങളിൽ ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലുണ്ട്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പ്രിലിമിനറി, പ്രാരംഭമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സെക്ഷൻ 1 മുതൽ 5 വരെയുള്ള സെക്ഷൻസാണ് 1ാമത്തെ ചാപ്റ്ററിൽ. ചാപ്റ്ററിൻ്റെ പേര് പ്രിലിമിനറിയാണ്. ചാപ്റ്റർ 1 പ്രിലിമിനറി, പ്രാഥമികം, പ്രാരംഭം. 2ാമത്തെ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രിമിനൽ കോഡ്സ് ആൻഡ് ഓഫീസസ് ആണ്. ക്രിമിനൽ കോടതികളുടെ രൂപീകരണം, അതുപോലെ അതിൻ്റെ ഓഫീസുകളുടെ രൂപീകരണം. ക്രിമിനൽ കോടതികളും ഓഫീസുകളുടെയും രൂപീകരണമാണ് 2ാമത്തെ ചാപ്റ്റർ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രിമിനൽ കോഡ്സ് ആൻഡ് ഓഫീസസ് ആണ്. സെക്ഷൻ 6 മുതൽ 20 വരെയുള്ള സെക്ഷൻസാണ് 2ാമത്തെ ചാപ്റ്ററിൽ. 3ാമത്തെ ചാപ്റ്ററിൽ പവർ ഓഫ് കോഡ്സ് ആണ്. കോടതികളുടെ അധികാരമാണ് 3ാമത്തെ ചാപ്റ്റർ. പവർ ഓഫ് കോഡ്സ് സെക്ഷൻസ് 21 മുതൽ 29 വരെയുള്ള. ഇപ്പോൾ കുറ്റങ്ങൾ വിചാരണ ചെയ്യാവുന്ന കോടതികൾ ഏതൊക്കെയാണ്? കോഡ്സ് ബൈ ഒഫൻസസ് ആർ ട്രയബിൾ, സെൻറ്റൻസസ് വിച്ച് ഹൈക്കോർട്ട്സ് ആൻഡ് സെഷൻസ് ജഡ്ജ് മേ പാസ്, സെൻറ്റൻസ് വിച്ച് മജിസ്ട്രേറ്റ് മേ പാസ്, സെൻറ്റൻസ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഡിഫോൾട്ട് ഓഫ് ഫൈൻ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പവർ ഓഫ് കോഡ്സ് ചാപ്റ്റർ 3 പറയുന്നത്. 4ാമത്തെ ചാപ്റ്റർ പവർ ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ്. പവർ ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ്, പോലീസിൻ്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ, മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ. ആൻഡ് എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ്സ് ആൻഡ് ദ പോലീസ്, മജിസ്ട്രേറ്റുമാർക്കും പോലീസിനുമുള്ള സഹായങ്ങൾ. ചാപ്റ്റർ 4 എന്താ പറയുന്നത്? പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ്. അതായത് പബ്ലിക് വെൻ ടു അസിസ്റ്റ് മജിസ്ട്രേറ്റ് ആൻഡ് പോലീസ്, അതൊരു സെക്ഷനുണ്ട്. ഒരു പൊതുജനം എപ്പോഴാണ് മജിസ്ട്രേറ്റിനെയും പോലീസിനെയൊക്കെ അസിസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ എയ്ഡ് ടു പേഴ്സൺ അതർ ദാൻ പോലീസ് ഓഫീസർ എക്സിക്യൂട്ടിങ് എ വാറണ്ട്. ഒരു പോലീസ് ഓഫീസർ അല്ലാതെ ഒരു പേഴ്സണ്, എനി പേഴ്സൺ ക്യാൻ എക്സിക്യൂട്ട് എ വാറണ്ട് അറ്റ് ദ ഓർഡർ ഓഫ് എ കോർട്ട്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നത്. പിന്നെ പബ്ലിക് ടു ഗിവ് ഇൻഫർമേഷൻ ഓഫ് സർട്ടൺ ഒഫൻസസ്, ചില കുറ്റങ്ങളെക്കുറിച്ചൊക്കെ പൊതുജനങ്ങൾക്ക് വിവരം കൊടുക്കാം. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ 4 പറയുന്നത്. പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു മജിസ്ട്രേറ്റ്സ്. എത്ര മുതൽ എത്ര വരെയുള്ള സെക്ഷൻസാണ്? 30 മുതൽ 34 വരെയുള്ള സെക്ഷൻസാണ് ചാപ്റ്റർ 4. ചാപ്റ്റർ 5 അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ആണ്. ചാപ്റ്റർ 5 എന്താണ്? അറസ്റ്റ് ഓഫ് പേഴ്സൺസ്, വ്യക്തികളുടെ അറസ്റ്റ്, അതാണ് ചാപ്റ്റർ 5. ചാപ്റ്റർ 5 സെക്ഷൻസ് 35 to 62 ഡീൽ വിത്ത് അറസ്റ്റ് ഓഫ് പേഴ്സൺസ്, വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് എ വാറണ്ട് or procedure of arrest and duties of a police officer making an arrest. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺസ് ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ്, അല്ലേ? അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്, അറസ്റ്റ് ഹൗ മെയ്ഡ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്റർ 5 പറയുന്നത്. ചാപ്റ്റർ 5 ഏതാണ്? അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ആണ്. എത്ര മുതൽ എത്ര വരെയുള്ള സെക്ഷൻസാണ്? 35 മുതൽ 62 വരെയുള്ള സെക്ഷൻസ് അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ആണ്. അടുത്ത ചാപ്റ്റർ 6 പ്രോസസ് ടു കമ്പൽ പ്രോസസ് ടു കമ്പൽ അപ്പിയറൻസ്. അതായത്
ഒരു വ്യക്തിയെ കോടതിയിലും മറ്റും ഹാജരാകുവാൻ നിർബന്ധിക്കുന്നതിനുള്ള നടപടികളാണ്, പ്രോസസ്സുകളാണ്. ഹാജരാകുവാൻ നിർബന്ധിക്കുക. നോട്ടീസൊക്കെ കൊടുക്കാറില്ലേ? സമൻസും മറ്റും ഇഷ്യാറില്ലേ? ഫോം ഓഫ് സമൻസ്, ഹൗ സമൻസ് സെർവ്ഡ്, സർവീസ് വെൻ സമൻസ് പേഴ്സൺ സമൺഡ് ആൻഡ് കനോട്ട് ബി ഫൗണ്ട്, അതുപോലെ സർവീസ് ഓഫ് സമൻസ് ഓൺ ഗവൺമെൻറ് സെർവൻസ്, അതുപോലെ വാറണ്ട് ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂറേഷൻ. അത് ചാപ്റ്റർ 6 തന്നെ എ എന്ന് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ABCD എന്ന് 4ആയിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 6 എ സമൻസ് ആണ്, ബി വാറണ്ട് ഓഫ് അറസ്റ്റ് ആണ്. അതൊക്കെ നമ്മൾ പിന്നീട് കൂടുതലായി പരിശോധിക്കാം. ചാപ്റ്റർ 6 എന്ന് പറഞ്ഞാൽ പ്രോസസ് ടു കമ്പൽ അപ്പിയറൻസ്, സമൻസ് ഇഷ്യൂ ചെയ്യുക, വാറണ്ട് ഇഷ്യൂ ചെയ്യുക, അതുപോലെ പ്രൊക്ലമേഷൻ, പരസ്യം, വിളംബരം, അറ്റാച്ച്മെൻറ്റ്, ജപ്തി, അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് സെക്ഷൻസ് 63 മുതൽ 93 വരെയാണ് കേട്ടോ. ചാപ്റ്റർ 6 പ്രോസസ് ടു കമ്പൽ അപ്പിയറൻസ് ഓഫ് അക്യൂസ്ഡ് ഓർ പേഴ്സൺസ്, ഇഷ്യൂ ഓഫ് സമൻസ്, ഇഷ്യൂ ഓഫ് വാറണ്ട്, ഇഷ്യൂ ഓഫ് പ്രൊക്ലമേഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓർഡർ ബൈ കോർട്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്റർ 6. ചാപ്റ്റർ 7 പ്രോസസ് ടു കമ്പൽ ദ പ്രൊഡക്ഷൻ ഓഫ് തിങ്സ്. ഇപ്പോൾ വസ്തുക്കൾ, സാധനങ്ങൾ ഹാജരാക്കുന്നതിനുള്ള ചില നിർബന്ധങ്ങൾ, നടപടിക്രമങ്ങൾ. ഇപ്പോൾ സമൻസ് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് അല്ല സെർച്ച് വാറൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ഈ ചാപ്റ്റർ പ്രകാരമാണ്. എന്തെങ്കിലുമൊക്കെ കോടതികൾ നമ്മളോട്, പൊതുജനങ്ങളോട്, വ്യക്തികളോട് ഹാജരാക്കാൻ ആവശ്യപ്പെടാം. അതിന് നടപടിക്രമങ്ങളാണ്, അതിൻ്റെ പ്രോസസ്സാണ്. സെക്ഷൻ 94 മുതൽ 110 വരെയാണ് പ്രോസസ് ടു കമ്പൽ ദ പ്രൊഡക്ഷൻ ഓഫ് തിങ്സ്. എന്തെങ്കിലുമൊക്കെ രേഖകൾ ഹാജരാക്കാൻ പറയുക, റെക്കോർഡുകൾ, അതൊക്കെ നിർബന്ധിക്കുക. 94 മുതൽ 110 വരെയുള്ള സെക്ഷൻസിലാണ് പറയുന്നത്. ചാപ്റ്റർ 8 പറയുന്നത് റെസിപ്രോക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഫോർ അസിസ്റ്റൻസ് ഇൻ സർട്ടൺ മാറ്റേഴ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. അതായത് ചില സംഗതികൾ റെസിപ്രോക്കൽ അറേഞ്ച്മെൻറ്റ്സ്, പരസ്പര ക്രമീകരണങ്ങൾ, ഇപ്പം ജപ്തി ചെയ്യുന്നതിന്, അതുപോലെ സ്വത്തുക്കളും മറ്റും കണ്ടുകെട്ടുന്നതിന്, അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. റെസിപ്രോക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഫോർ അസിസ്റ്റൻസ് ഇൻ സർട്ടൺ മാറ്റേഴ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഡെക്സ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത് 111 മുതൽ 124 വരെയാണ് ചാപ്റ്റർ 8 കേട്ടോ. 114 മുതൽ 121 വരെ. ചാപ്റ്റർ 9 സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് ദ പീസ് ആൻഡ് ഫോർ ഗുഡ് ബിഹേവിയർ, സമാധാന പാലനത്തിനുള്ള ജാമ്യം, അതുപോലെ നല്ല നടപ്പിനുള്ള ജാമ്യം. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ്. ഇപ്പോൾ ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ നല്ല നടപ്പിന് ചിലപ്പോൾ ശിക്ഷിക്കാം. അപ്പോൾ അത് സംബന്ധിച്ച് ചില നടപടിക്രമങ്ങളൊക്കെയാണ്. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് ദ പീസ് ആൻഡ് ഫോർ ഗുഡ് ബിഹേവിയർ, സമാധാന പാലനത്തിനുള്ള ജാമ്യവും മറ്റും നല്ല നടപ്പിനുള്ള ജാമ്യം, അതൊക്കെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ചാപ്റ്റർ 9. അത് സെക്ഷൻ 125 മുതൽ 128 വരെയാണ്, 143 വരെ. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് ദ പീസ് ആൻഡ് ഫോർ ഗുഡ് ബിഹേവിയർ. ചാപ്റ്റർ 10 ഓർഡർ ഫോർ മെയിൻ്റനൻസ് ഓഫ് വൈഫ്സ്, ചിൽഡ്രൻ ആൻഡ് പേരൻസ്. ഭാര്യമാർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുള്ള സംരക്ഷണത്തിനുള്ള ഉത്തരവുകൾ. ഇപ്പോൾ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തില്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ, ഇപ്പോൾ ഫാമിലി കോടതിയിലാണ് ഇപ്പോഴത്, മജിസ്ട്രേറ്റ് കോടതി മാറ്റിയിട്ടുണ്ട്. ഓർഡർ ഓഫ് മെയിൻ്റനൻസ് ഓഫ് വൈഫ്സ്, ചിൽഡ്രൻ ആൻഡ് പേരൻസ്. ഇപ്പോൾ ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് കൊടുക്കുക, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കേണ്ടതിനെ സംബന്ധിച്ച് വീഴ്ച വരുത്തിയാൽ നടപടികളെടുക്കാം. അതുപോലെ മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കാനും ചെലവിന് കൊടുക്കാനൊക്കെ ബാധ്യസ്ഥരാണ് മക്കൾ. അപ്പോൾ അതിലൊക്കെ വീഴ്ചയുണ്ടായാൽ അവർക്കെതിരെ, ആരാണോ വീഴ്ച വരുത്തുന്നത് അവർക്കെതിരെ നടപടിയെടുക്കാം, കേസ് ഫയൽ ചെയ്യാം. ഫാമിലി കോടതിയിലാണ് ഇപ്പോഴത്. 144 മുതൽ 147 വരെയുള്ള സെക്ഷൻസാണ്. CRPCയിൽ ഇത് 125 മുതൽ 128 വരെയായിരുന്നു കേട്ടോ. അടുത്ത ചാപ്റ്റർ 9 മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി. ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ പൊതുവായ ശാന്തിയാണ്. പബ്ലിക് ഓർഡർ എന്ന് പറഞ്ഞാൽ പൊതുവായ സമാധാനമാണ്. അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ്, പൊതു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയൊക്കെ മെയിൻ്റനൻസ്, അതാണ് ചാപ്റ്റർ 11 സെക്ഷൻ 148 മുതൽ
167 വരെയാണ് കേട്ടോ. 148 മുതൽ 167 വരെയുള്ളതാണ് അത് പറയുന്നത്. അടുത്തത് പ്രിവെൻറ്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസ്. പ്രിവെൻറ്റീവ് ആക്ഷൻ ചാപ്റ്റർ 13. പ്രിവെൻറ്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസ്. പോലീസിന് ചില നിവാരണ പ്രവർത്തനങ്ങൾ, തടസ്സമായി ഏതെങ്കിലും കാര്യത്തിൽ കുറ്റങ്ങൾ തടയുന്നുള്ള നടപടിക്രമങ്ങൾ, പോലീസ് ടു പ്രിവെൻറ്റ് കോഗ്നൈസബിൾ ഒഫൻസ്, അങ്ങനെ അറസ്റ്റ് ടു പ്രിവെൻറ്റ് കമ്മീഷൻ ഓഫ്. ഇപ്പോൾ ഒരാളൊരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നു, അപ്പോൾ അയാളെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യണം. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പ്രിവെൻറ്റീവ് ആക്ഷൻ ബൈ ദ പോലീസ് ഓർ ഓഫ് ദ പോലീസാണ് പോലീസിൻ്റെ ചില നിവാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയാം, അല്ലേ? അത് സെക്ഷൻ 168 മുതൽ 172 വരെയാണ് പറയുന്നത്. അടുത്ത ചാപ്റ്റർ 13 ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇപ്പോൾ പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരാളൊരു ആരെങ്കിലും ഒരാൾ ഉപദ്രവിച്ചു, അപ്പോൾ ആ ഉപദ്രവം ഏറ്റ ആൾ പോയി പോലീസുമായി റിപ്പോർട്ട് ചെയ്യില്ലേ? അതൊരു ഇൻഫർമേഷനാണ് പോലീസിൻ്റെത്. അപ്പോൾ അതിൽ പോലീസ് എന്ത് ചെയ്യണം? FIR എടുക്കണം, അന്വേഷണം നടത്തണം, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റൊക്കെ രേഖപ്പെടുത്തണം, സാക്ഷികളെ ഉണ്ടെങ്കിൽ സാക്ഷികളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, ചാർജ് ഷീറ്റ് കോടതി മുമ്പ് ഹാജരാക്കണം. അപ്പോൾ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് 173 മുതൽ 196 വരെയുള്ള സെക്ഷൻസ് അതാണ് പറയുന്നത്. പോലീസിന് കൊടുക്കുന്ന വിവരം, അതുപോലെ തന്നെ അന്വേഷണത്തിന് ഇൻവെസ്റ്റിഗേഷൻ പോലീസിൻ്റെ അധികാരമാണ്, അതിനുള്ള പവേഴ്സ്, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അടുത്ത ചാപ്റ്റർ 14 ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ക്രിമിനൽ കോഡ്സ് ഇൻ ഇൻക്വയറീസ് ആൻഡ് ട്രയൽ. ക്രിമിനൽ കോടതികൾ എൻക്വയറി നടത്തും, അന്വേഷണം നടത്തും. അത് ഇൻവെസ്റ്റിഗേഷനിൽ വ്യത്യാസമാണ്. അന്വേഷണ വിചാരണ എന്ന് പറയും ക്രിമിനൽ കോടതികൾ, എൻക്വയറീസ്. അതുപോലെ ട്രയൽസ് വിചാരണയാണ്. എൻക്വയറീസും ട്രയൽസും ഒക്കെ നടത്തുന്നത് മജിസ്ട്രേറ്റ് കോടതികൾ, ക്രിമിനൽ കോടതികൾ. അത് 14ാമത്തെ ചാപ്റ്ററാണ്, അല്ലേ? 14ാമത്തെ ചാപ്റ്ററാണ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ക്രിമിനൽ കോഡ്സ് ഇൻ എൻക്വയറീസ് ആൻഡ് ട്രയൽസ്. സെക്ഷൻസ് 197 മുതൽ 209 വരെയുള്ള സെക്ഷൻസാണ്. അപ്പോൾ പ്ലേസ് ഓഫ് എൻക്വയറി ഓഫ് ദ ട്രയൽ, ഓർഡിനറി പ്ലേസ് ഓഫ് എൻക്വയറി ആൻഡ് ട്രയൽ, അതുപോലെ ഒഫൻസസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അപ്പോൾ എങ്ങനെ എൻക്വയറി നടത്താം, അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ക്രിമിനൽ കോഡ്സ് ഇൻ എൻക്വയറീസ് ആൻഡ് ട്രയൽസ് ആണ്. അടുത്തത് 15ാമത്തെ ചാപ്റ്റർ കണ്ടീഷൻസ് റിക്വസിറ്റ് ഫോർ ഇൻവിറ്റേഷൻ ഓഫ് പ്രൊസീഡിങ്സ്. 15ാമത്തെ ചാപ്റ്റർ കണ്ടീഷൻസ് റിക്വസിറ്റ് ഫോർ ഇനിഷ്യേഷൻ ഓഫ് പ്രൊസീഡിങ്സ്. നടപടികൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ ചില നിബന്ധനകൾ, ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് റിക്വസിറ്റ് ഫോർ ഇനിഷ്യേഷൻ ഓഫ് പ്രൊസീഡിങ്സ്. നടപടികൾ ആരംഭിക്കുന്നതിന് ആവശ്യമുള്ള ചില നിബന്ധനകൾ. അത് 210 മുതൽ 222 വരെയാണ്. കണ്ടീഷൻസ് റിക്വസിറ്റ് ഫോർ ഇനിഷ്യേഷൻ ഓഫ് പ്രൊസീഡിങ്സ് 210 മുതൽ 222 വരെയുള്ള സെക്ഷൻസാണ്. അടുത്തത് 16ാമത്തെ ചാപ്റ്റർ കംപ്ലൈൻറ്റ്സ് ടു മജിസ്ട്രേറ്റ്. ഇപ്പം മജിസ്ട്രേറ്റുമാർക്ക് പരാതി കൊടുക്കാം. അപ്പോൾ മജിസ്ട്രേറ്റുമാർ അതിലെന്ത് നടപടികൾ സ്വീകരിക്കണം? അത് സെക്ഷൻ 223 മുതൽ 226 വരെയാണ്. മജിസ്ട്രേറ്റിൻ്റെ പരാതി കൊടുത്താൽ ഇപ്പം എക്സാമിനേഷൻ ഓഫ് ദ കംപ്ലൈനൻറ്റ്, പരാതിക്കാരനെ വിസ്തരിക്കണം, അല്ലേ? അതുപോലെ പ്രൊസീജിയർ ബൈ മജിസ്ട്രേറ്റ് നോട്ട് കോമ്പീറ്റൻറ്റ് ടു ടേക്ക് കോഗ്നിസൻസ് ഓഫ് എ കേസ്. ഇപ്പോൾ കേസിലൊരു നടപടി എടുക്കാൻ മജിസ്ട്രേറ്റിന് കഴിവില്ലെങ്കിൽ, അത് പറ്റില്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമം എന്താണ്? അതുപോലെ ഡിസ്മിസൽ ഓഫ് കംപ്ലൈൻറ്റ്. ഇപ്പം പരാതി കഴമ്പില്ലെങ്കിൽ തള്ളിക്കളയാം. അതൊക്കെയാണ് ഇത് പറയുന്നത്. മജിസ്ട്രേറ്റുമാർക്ക് പരാതി നൽകുക. ഇപ്പോൾ പോലീസിൽ കേസെടുക്കാൻ നമ്മൾ പോയി പോലീസ് കേസെടുക്കുന്നില്ലെങ്കിൽ പോലീസ് മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കാം. സിറ്റി പോലീസ് കമ്മീഷണർക്കോ SP-ക്കൊക്കെ പരാതി കൊടുക്കാം. നടപടിക്രമം സംഹിത പ്രകാരം അവിടം വരെയാണ് പരാതികൾ നിൽക്കേണ്ടുന്നത്. നമ്മളതിന് മുകളിലൊക്കെ പരാതി കൊടുക്കാറുണ്ടല്ലോ. ഇനി അതല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ നേരിട്ട് പരാതി കൊടുക്കാം. അതൊക്കെ നമുക്ക് വിശദമായി പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാപ്റ്റർ 16 കംപ്ലൈൻറ്റ്സ് ടു മജിസ്ട്രേറ്റാണ്. 223 മുതൽ 226 വരെയുള്ള സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത് മജിസ്ട്രേറ്റുമാർക്ക് പരാതി എങ്ങനെ നൽകാം, എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ. അതുപോലെ തന്നെ
അടുത്ത ചാപ്റ്റർ 17 കമൻസ്മെൻറ്റ് ഓഫ് പ്രൊസീഡിങ്സ് ബിഫോർ മജിസ്ട്രേറ്റ്സ്. കമൻസ്മെൻറ്റ് ഓഫ് പ്രൊസീഡിങ്സ്. ഇപ്പം മജിസ്ട്രേറ്റ് മുമ്പായിട്ട് ഒരു ചാർജ് ഷീറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ മജിസ്ട്രേറ്റ് അവിടെ എന്തൊക്കെ നടപടികൾ എടുക്കണം? പ്രൈമ ഫേസി ഒരു കേസൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ ഒരു ചാർജ് ഫ്രെയിം ചെയ്യുക, കോടതി ചാർജ് ഫ്രെയിം ചെയ്യാം. അപ്പോൾ പ്രോസസ് ഇഷ്യൂ ചെയ്യണം, അല്ലേ? സമൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യണം. അതുപോലെ സ്പെഷ്യൽ സമൻസ്, പെറ്റി കേസിലൊക്കെയാണ് സ്പെഷ്യൽ സമൻസ് ഇഷ്യൂ ചെയ്യാം. പിന്നെ ട്രയൽ നടത്താം. അപ്പം മജിസ്ട്രേറ്റുമാരുടെ മുമ്പായുള്ള നടപടിക്രമങ്ങൾ അതാണ് അതിൻ്റെ പ്രാരംഭമാണ്. കമൻസ്മെൻറ്റ് ഓഫ് പ്രൊസീഡിങ്സ്. മജിസ്ട്രേറ്റുമാരുടെ മുമ്പാകെ പരാതികൾ ചാർജൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഫൈനൽ റിപ്പോർട്ടൊക്കെ കൊടുത്താൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ്. അടുത്തൊരു ചാപ്റ്റർ 18 ചാർജാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു കോടതികൾ കൊടുക്കുന്ന പോലീസ് ഒരു ഫൈനൽ ചാർജ് ഷീറ്റ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ബേസിൽ കോടതികൾ തന്നെ പിന്നെ അതിൽ ഒരു ചാർജ് ഫ്രെയിം ചെയ്യും. അപ്പോൾ ചാർജിൻ്റെ സംബന്ധിച്ച നടപടിക്രമങ്ങളൊക്കെയാണ്. അതായത് ഫോം ഓഫ് ചാർജസ്, ചാർജിൻ്റെ രൂപം അതിൽ പറയുന്നുണ്ട്. പിന്നെ ജോയിൻറ്റർ ഓഫ് ചാർജസ്, പിന്നെ കോടതിക്ക് എങ്ങനെ ചാർജ് ഓൾട്ടർ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള നടപടിക്രമങ്ങളാണ്. ചാർജ് നമുക്ക് മലയാളത്തിലും ചാർജ് എന്ന് പറയാം. കുറ്റപത്രം, മലയാളത്തിൽ ചാർജിന് കുറ്റപത്രം എന്നാണ് പറയുന്നത്. 234 മുതൽ 247 വരെയുള്ള സെക്ഷൻസാണത്. ചാപ്റ്റർ 19 ട്രയൽ ബിഫോർ എ കോർട്ട് ഓഫ് സെഷൻ. ഒരു സെഷൻസ് കോടതി മുമ്പായുള്ള വിചാരണ, അതിൻ്റെ നടപടിക്രമങ്ങളാണ്. യഥാർത്ഥത്തിൽ CRPCയിൽ നിന്ന് അതിൻ്റെ എല്ലാ സെക്ഷൻസും ആ ക്രമീകരണത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് CRPC പ്രകാരം ട്രയൽ ബിഫോർ എ കോർട്ട് ഓഫ് സെഷൻസ് CRPCയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ 225 മുതൽ 237 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞ ആ സെക്ഷനിലൊക്കെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട് എല്ലാം. എന്നാൽ കണ്ടൻസ് ഒക്കെ മിക്കവാറും അതൊക്കെ തന്നെയാണ്. പക്ഷേ ഓരോ സെക്ഷനിലും നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. IPCയിലേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ BNSനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ BNSSലാണ് കാണുന്നത്. അപ്പോൾ ചാപ്റ്റർ 11 എന്താണ്? ട്രയൽ ബിഫോർ എ കോർട്ട് ഓഫ് സെഷൻ. ചില പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. ട്രയൽ ബിഫോർ എ കോർട്ട് ഓഫ് സെഷൻ എത്ര മുതൽ എത്ര വരെയുള്ള സെക്ഷൻസിലാണ് പറയുന്നത്? സെഷൻസ് കോടതി മുമ്പായുള്ള വിചാരണ അത് BNSSൽ 248 മുതൽ 260 വരെയുള്ള സെക്ഷൻസാണ്. എന്നാൽ CRPCയിൽ അത് 225 മുതൽ 237 വരെ ആയിരുന്നു. അടുത്തത് 20ാമത്തെ ചാപ്റ്റർ ട്രയൽ ഓഫ് വാറണ്ട് കേസസ് ബൈ മജിസ്ട്രേറ്റ്. കേസുകൾ തന്നെ വാറണ്ട് കേസുണ്ട്, സമൻസ് കേസുണ്ട്. അതൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ മജിസ്ട്രേറ്റുമാർ വാറണ്ട് കേസുകൾ വിചാരണ ചെയ്യുമ്പോൾ എന്ന നടപടിക്രമം അതാണ് 261 മുതൽ 273 വരെയുള്ളത്. നമുക്കിതൊന്ന് വേഗം ഒന്ന് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. ട്രയൽ ഓഫ്, കാരണം ഈ ക്ലാസ്സുകളൊക്കെ തീരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ചാപ്റ്ററൊക്കെ ബൈഹാർട്ട് ആക്കിയിരിക്കും കേട്ടോ. ഓരോ സെക്ഷനും ബൈഹാർട്ട് ആവും. ചാപ്റ്റർ 20 ട്രയൽ ഓഫ് വാറണ്ട് കേസസ് ബൈ മജിസ്ട്രേറ്റ് ആണ്. ചാപ്റ്റർ 21 ട്രയൽ ഓഫ് സമൻസ് കേസസ് ബൈ മജിസ്ട്രേറ്റ് ആണ്. സമൻസ് കേസുകൾ മജിസ്ട്രേറ്റുമാർ ട്രയൽ നടത്തുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അത് 274 മുതൽ 282 വരെയുള്ള സെക്ഷൻസാണ്. അടുത്ത സമ്മറി ട്രയൽ എന്ന് പറയുന്ന ട്രയലുണ്ട്. സമ്മറി വിചാരണ എന്ന് പറയും. അതായത് ഒരു വാറണ്ട് ട്രയലിൻ്റെ ഒക്കെ വിചാരണയൊന്നും വേണ്ട, സമ്മറി കേസ് എന്ന് പറയും. സമ്മറി ട്രയൽ എന്ന് പറയും. ST കേസ് എന്ന് ഷോർട്ട് ഫോമിൽ പറയും. സമ്മറിയായിട്ട് ചില കേസുകളൊക്കെ വിചാരണ ചെയ്യാം. നടപടിക്രമം ഒന്ന് ചുരുക്കുന്നതാണ് സമ്മറിയായിട്ട്. സമ്മറി ട്രയൽസ് ബിഫോർ മജിസ്ട്രേറ്റുമാരുടെയൊക്കെ മുമ്പുള്ള സമ്മറി ട്രയൽ അത് 283 മുതൽ 288 വരെയാണ്. 283 മുതൽ 288 വരെയാണ്. അതുപോലെ തന്നെ പ്ലീ ബാർഗെയിനിങ് എന്നും പറഞ്ഞുണ്ട്. അതായത് കുറ്റം സംബന്ധിച്ചുള്ള നമുക്ക് കോടതി മുമ്പായിട്ട് പ്ലീ ബാർഗെയിൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ കുറ്റം സമ്മതിച്ചാൽ എന്ത് ശിക്ഷ വരും എന്ന് നമുക്ക് കോടതിയിൽ വാദിക്കാം, കോടതിയിൽ ആവശ്യപ്പെടാം. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ദ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് പ്ലീ ബാർഗെയിനിങ് എന്ന് പറയും. പ്ലീ ബാർഗെയിനിങ് എന്ന് പറയും. നമ്മുടെ പ്ലീ എന്ന് പറയുന്നത് കുറ്റസമ്മതമാണ്. കോടതി മുമ്പാകെ ഒരു ചാർജ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കുറ്റം അങ്ങ് സമ്മതിച്ചാൽ എന്ത് ശിക്ഷ വരാം, അപ്പോഴത് എങ്ങനെ കേസ് തീർപ്പാക്കാം. അപ്പോൾ അതിനൊരു തൃപ്തികരമായിട്ടൊരു തീർപ്പൊക്കെ ഉണ്ടാവും.
അത് പരസ്പരം തൃപ്തികരമായ തീർപ്പിനെ സംബന്ധിച്ചിട്ടാണ് കോടതി നോക്കുന്നത്. അതിന് പ്ലീ ബാർഗെയിനിങ് എന്നാണ് പറയുന്നത്. അത് സെക്ഷൻ 23 സോറി ചാപ്റ്റർ 23 സെക്ഷൻ 289 മുതൽ 300 വരെയാണ്. അതുപോലെ തന്നെ അടുത്തൊരു ചാപ്റ്റർ 24 അറ്റൻഡൻസ് ഓഫ് പേഴ്സൺസ് കൺഫൈൻഡ് ഓർ ഡീറ്റെയിൻഡ് ഇൻ പ്രിസൺസ്. ഇപ്പം ജയിലിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന റിമാൻഡിലും മറ്റും കഴിയില്ലേ, തടങ്കലിരിക്കില്ലേ, അവരെ ഹാജരാക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പം തടവുകാരെ ഹാജരാക്കാൻ ആവശ്യപ്പെടുക, അതിന് നടപടിക്രമങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അറ്റൻഡൻസ് ഓഫ് പേഴ്സൺസ് കൺഫൈൻഡ് ഓർ ഡീറ്റെയിൻഡ് ഇൻ പ്രിസൺ, ജയിലിൽ തടഞ്ഞു വെക്കുകയോ അല്ലെ തടങ്കിൽ വെക്കുകയോ ചെയ്തിട്ടുള്ള ആളുകളെ ഹാജരാക്കാൻ പറയാൻ 301 മുതൽ 306 വരെയാണ്. അത് ചാപ്റ്റർ 25 എവിഡൻസ് ഇൻ എൻക്വയറീസ് ആൻഡ് ട്രയൽസ്. അന്വേഷണ വിചാരണ, എൻക്വയറീസ് ആണത്. ട്രയൽസ് വിചാരണയാണ്. അതിലെ തെളിവുകൾ, എവിഡൻസ് ഇൻ എൻക്വയറീസ് ആൻഡ് ട്രയൽസ്, അതാണ് ചാപ്റ്റർ 25 സെക്ഷൻ 307 336. അടുത്തൊരു ചാപ്റ്റർ ജനറൽ പ്രൊവിഷൻസ് ആസ് ടു എൻക്വയറീസ് ആൻഡ് ട്രയൽസ്. അന്വേഷണ വിചാരണകളും സംബന്ധിച്ച സാമാന്യമായ ചില വ്യവസ്ഥകളുണ്ട്. അതാണ് 337 മുതൽ 366 വരെ പറയുന്നത് കേട്ടോ. അടുത്ത 27 ചാപ്റ്റർ പ്രൊവിഷൻസ് ആസ് ടു ദ അക്യൂസ്ഡ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഇപ്പം ചിത്തഭ്രമമുള്ള അൺസൗണ്ട് മൈൻഡ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾ പ്രതിയായാൽ പ്രൊസീജിയർ ഇൻ കേസ് ഓഫ് ആൻ അക്യൂസ്ഡ് ബീയിങ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാശുപത്രിയിലേക്ക് അയക്കണം, ആരോഗ്യനില പരിശോധിക്കണം, ട്രയലിന് ഫിറ്റ് അല്ലെങ്കിൽ ചികിത്സ കൊടുക്കണം. അതിനുശേഷം പിന്നെ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ റിലീസ് ചെയ്ത് വീണ്ടും ട്രയലിനും കോടതി മുമ്പാകെ ഹാജരാകാൻ പറയണം. അത്തരം നടപടിക്രമങ്ങളാണ് പ്രൊവിഷൻസ് ആസ് ടു അക്യൂസ്ഡ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അത് 367 മുതൽ 378 വരെയാണ്. ചാപ്റ്റർ 28 പ്രൊവിഷൻസ് ആസ് ടു ഒഫൻസസ് അഫക്റ്റിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഭരണത്തെ, നീതിന്യായ ഭരണത്തെ ബാധിക്കുന്ന കുറ്റങ്ങൾ സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ കോടതിയിൽ അന്യായമായി വെറുതെ കോടതിയുടെ സമയം കളയാൻ വേണ്ടി ചില പെറ്റീഷൻസോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതി ചിലവുകളൊക്കെ കൊടുക്കാൻ കോടതി ഉത്തരവാറില്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ കോർട്ട് അലക്ഷ്യം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, പ്രൊസീജിയർ ഇൻ സർട്ടൻ കേസ് ഓഫ് കണ്ടംപ്റ്റ്, കോടതി അലക്ഷ്യം, കോടതികൾക്കെതിരെയുള്ള വിമർശനം, ജുഡീഷ്യൽ ഓഫീസേഴ്സിനെതിരെയുള്ള വിമർശനം. ജഡ്ജ്മെൻറ്റിനെയൊക്കെ നമുക്ക് ന്യായമായി വിമർശിക്കാം, പക്ഷേ വിമർശനം അതിൽ കടക്കാൻ പാടില്ല. യെസ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ ഒരു ഡിബേറ്റ് തന്നെ നടത്തേണ്ട സംഭവങ്ങളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അല്ലേ. അതിന് വിമർശനങ്ങൾ ഇന്നിപ്പോൾ ജഡ്ജിമാർ ഒരുപാട് കൂടുതലാണ് കേരളത്തിൽ. സോഷ്യൽ മീഡിയ മൊത്തം ജഡ്ജിമാരാണ്, ചാനലിലെല്ലാം ജഡ്ജിമാരും ചർച്ചകളുമാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ യഥാർത്ഥ ജഡ്ജിമാരെക്കാൾ കൂടുതൽ ജഡ്ജിമാർ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. അവരൊക്കെ ശിക്ഷകൾ വിധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തർക്കും കോടതിയിൽ വെറുതെ വിടുന്നവരെയും ഒക്കെ ശിക്ഷിക്കുന്നുണ്ട് ഈ ചാനലിലേക്ക് ജഡ്ജിമാരല്ലേ, ധാരാളമായിട്ട്. യെസ്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം, കോടതികളിലേക്കൊക്കെ ഉള്ള അന്യായമായ വിമർശനങ്ങൾ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീജിയർ, അതൊക്കെയാണ് പ്രൊവിഷൻസസ് ആസ് ടു ഒഫൻസസ് അഫക്റ്റിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ചാപ്റ്റർ 28 379 മുതൽ 391 വരെയാണ്. 379 മുതൽ 391 വരെയുള്ള അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റിസ് ഉണ്ടോ, നീതിന്യായ നിർവഹണം, അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, അത് സംബന്ധിച്ച വ്യവസ്ഥകളാണ് ഇതിൽ പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 28 379 മുതൽ 391 വരെയുള്ള സെക്ഷൻസാണത്. അടുത്തത് ജഡ്ജ്മെൻറ്റ്സ്, വിധിന്യായം. ഇപ്പം ലാംഗ്വേജ് ആൻഡ് കണ്ടൻസ് ഓഫ് ജഡ്ജ്മെൻറ്റ്, അതുപോലെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം, വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറഞ്ഞൊരു പുതിയ സ്കീം തന്നെ ഈ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാക്ഷി സംരക്ഷണ പദ്ധതി തന്നെയുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ ഒരു 398 എന്ന് പറയുന്ന ഒരു പുതിയൊരു സെക്ഷൻ എഴുതി ചേർക്കുണ്ടായി. നമുക്കതൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് പുതിയ സെക്ഷൻസ്, അതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാം. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം, സാക്ഷിക്ക് സംരക്ഷണം നൽകുക. അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് വിറ്റ്നസ്, ഇരകൾക്കുള്ള ചികിത്സ. വിക്ടിം കോമ്പൻസേഷൻ സ്കീം, ഇരയ്ക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നത്. ജഡ്ജ്മെൻ്റ് അതൊക്കെ പറയണമല്ലോ. വിധിന്യായം, ദ ജഡ്ജ്മെൻറ്റ്.
സെക്ഷൻ 392 മുതൽ 406 വരെയുള്ള സെക്ഷൻസ് ജഡ്ജ്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ളതാണ്. ചാപ്റ്റർ 30 സബ്മിഷൻ ഓഫ് ഡെത്ത് സെൻറ്റൻസസ് ഫോർ കൺഫർമേഷൻ. സബ്മിഷൻ ഓഫ് ഡെത്ത് സെൻറ്റൻസസ് ഫോർ കൺഫർമേഷൻ. ഇപ്പോഴ് സെഷൻസ് കോടതികൾക്ക് മരണശിക്ഷ വിധിക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ സെഷൻസ് കോടതി വിധിക്കുന്ന മരണശിക്ഷ വിധിക്കുന്ന കേസുകളിൽ ഇറ്റ് ബി കൺഫേംഡ് ബൈ ഹൈക്കോർട്ട്, അല്ലേ? അപ്പോൾ സെഷൻസ് കോടതി മരണശിക്ഷ വിധിച്ചാൽ അത് സ്ഥിരീകരണത്തിനായിട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കണം. ഹൈക്കോടതിയും കൂടെ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ പറ്റൂ. സെൻറ്റൻസ് ഓഫ് ഡെത്ത് to be submitted by court of session for confirmation to superior court. Submission of death sentences, മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് കൺഫർമേഷന് വേണ്ടി ഹൈക്കോടതിക്ക് മറ്റും സബ്മിറ്റ് ചെയ്യണം. 407 മുതൽ 412 വരെയുള്ള സെക്ഷൻസാണത്. അടുത്തത് അപ്പീൽസ് അഗൻസ്റ്റ് ജഡ്ജ്മെൻറ്റ്സ്, അപ്പീലുകൾ. അതാണ് ചാപ്റ്റർ 31. അപ്പീൽ നടപടിക്രമങ്ങൾ. അപ്പീൽ നടപടിക്രമം പ്രോസിക്യൂട്ടറുടെ റോൾ എന്താണ്? ഗവൺമെൻറ്റിനും മറ്റും അപ്പീൽ കാര്യങ്ങളിൽ ഗവൺമെൻറ് മുമ്പാകെ അത് സമർത്ഥിക്കുക. അപ്പോൾ ഗവൺമെൻറ് സാങ്ഷൻ വാങ്ങിക്കുക. അത്തരം നടപടിക്രമങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പീൽ സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ 31ാമത്തെ ചാപ്റ്ററാണ്. സെക്ഷൻ 413 മുതൽ 435 വരെയുള്ള സെക്ഷൻസ് അപ്പീലുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ചാപ്റ്റർ 32 റഫറൻസ് ആൻഡ് റിവിഷനാണ്. റഫറൻസും റിവിഷനും ഹൈക്കോടതിയുടെ റഫറൻസാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹൈക്കോടതിയുടെ റഫറൻസ് അനുസരിച്ചിട്ട് കേസ് തീർപ്പാക്കാം. പിന്നെ ഹൈക്കോടതിയുടെ റിവിഷൻ അധികാരങ്ങൾ, അതുപോലെ സെഷൻസ് ജഡ്ജിയുടെ റിവിഷൻ അധികാരങ്ങൾ, അഡീഷണൽ സെഷൻസ് ജഡ്ജിയുടെ റിവിഷൻ അധികാരങ്ങൾ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. റഫറൻസ് ആൻഡ് റിവിഷൻ ചാപ്റ്റർ 32 436 മുതൽ 445 വരെയുള്ള സെക്ഷൻസാണ്. അടുത്തത് 23ാമത്തെ ചാപ്റ്റർ ക്രിമിനൽ കേസുകൾ മാറ്റുന്നത് സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കോടതിയിൽ നിലവിലുള്ള ഒരു ക്രിമിനൽ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റാം. അത് പവർ ഓഫ് സുപ്രീം കോർട്ട്, പവർ ഓഫ് ഹൈക്കോർട്ട്, പവർ ഓഫ് സെഷൻസ് കോർട്ട്, അല്ലേ? ഇപ്പോൾ ഒരു ഹൈക്കോടതിയിൽ നിലവിലുള്ള ഒരു കേസ് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിക്ക് മാറ്റാൻ പറ്റും. ഒരു ജില്ലാ കോടതിയിൽ ഒരു സെഷൻസ് കോടതിയിൽ, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് എന്നാണ് പറഞ്ഞത്, ചെറിയ വ്യത്യാസമുണ്ട് അതിൽ. ജില്ലാ കോടതി എന്ന് പറഞ്ഞാൽ സിവിൽ അധികാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതേ ജഡ്ജി തന്നെ ക്രിമിനൽ അധികാരങ്ങൾ വരുമ്പോൾ സെഷൻസ് ജഡ്ജായിട്ട് മാറും. പവർ ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നല്ല സെക്ഷനിൽ പറയുന്നത്, പവർ ഓഫ് സെഷൻസ് ജഡ്ജ് എന്നാണ്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ക്രിമിനൽ കേസസ് ആണ്. ക്രിമിനൽ കേസുകൾ ഒരു കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്ക് മാറ്റണം. അതിനുള്ള കാരണങ്ങളൊക്കെ ബോധിപ്പിക്കണം. ഇപ്പോൾ എല്ലാ കേസും ട്രാൻസ്ഫർ ചെയ്താൽ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞ് ചെന്നാൽ പോലും ചിലപ്പോൾ അനുവദിക്കത്തില്ല. മതിയായ ഗ്രൗണ്ട് വേണം. അതുപോലെ ഒരു കോടതിയിൽ വിചാരണ ഇരിക്കുന്ന കേസുകൾ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് ഉയർന്ന കോടതിയെ സമീപിക്കാം. പക്ഷേ കോടതിക്ക് ബോധ്യപ്പെടണം, അല്ലേ? അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ പോലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് കാര്യങ്ങളെല്ലാം. കാര്യം ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നമുക്ക് നിയമത്തെക്കുറിച്ച് അജ്ഞത പറയാൻ പറ്റത്തില്ല, അല്ലേ? അതൊരു എക്സ്ക്യൂസ് അല്ലെന്ന് പറയുന്നുണ്ട്. ലാറ്റിൻ വേർഡ് തന്നെയുണ്ട് അതിന്, ലാറ്റിൻ മാക്സിം ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. അടുത്തത് ചാപ്റ്റർ 34 എക്സിക്യൂഷൻ, സസ്പെൻഷൻ, റെമിഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ സെൻറ്റൻസ് ആണ്. അതായത് ശിക്ഷാവിധികൾ, ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ് ശിക്ഷാവിധികളുണ്ടായാൽ, അപ്പീൽ കഴിഞ്ഞ് ശിക്ഷാവിധി എക്സിക്യൂഷൻ നടപ്പിലാക്കണം. അതിന് എക്സിക്യൂഷൻ സെൻറ്റൻസ് എന്ന് പറയും. എക്സിക്യൂഷൻ ഓഫ് ആൻ ഓർഡർ പാസ്റ്റ്. ഇപ്പോൾ ഹൈക്കോടതി ഒരു മരണശിക്ഷാവിധി പാസ്സാക്കിയാൽ എങ്ങനെ നടപ്പാക്കാം? അതുപോലെ ഗർഭിണിയുടെ മരണശിക്ഷ നീട്ടിവെക്കുക, കമ്മ്യൂട്ടേഷൻ സെൻറ്റൻസ് ഓഫ് ഡെത്ത് ഓഫ് എ പ്രഗ്നൻ്റ് വുമൺ, ശിക്ഷാവിധി നടപ്പാക്കൽ, ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്യൽ, നടപ്പാക്കൽ, സസ്പെൻഡ് ചെയ്യൽ, റെമിഷൻ ഇളവ് ചെയ്യൽ, കമ്മ്യൂട്ടേഷൻ ലഘൂകരിക്കുക, വെട്ടിക്കുറയ്ക്കുക. അതൊക്കെയാണ് ചാപ്റ്റർ 34. എക്സിക്യൂഷൻ, സസ്പെൻഷൻ, റെമിഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസസ് ആണ്. സെക്ഷൻ 453 മുതൽ 477 വരെയാണ്. അടുത്ത ചാപ്റ്റർ 35 പ്രൊവിഷൻസ് ആസ് ടു ബെയിൽ ആൻഡ് ബെയിൽ ബോണ്ട്സ്, ജാമ്യം, അത് ജാമ്യ ബോണ്ട്. ഏതൊക്കെ കേസ്, ഇൻ വാട്ട് കേസസ് ബെയിൽ ടു ബി ടേക്കൺ, അല്ലേ? അതുപോലെ ഒരു തടവുകാരനെ
മാക്സിമം എത്ര നാൾ വരെ വിചാരണയിൽ തടവായി സൂക്ഷിക്കാം, ജയിലിൽ സൂക്ഷിക്കാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ ബോണ്ട്, ഷുവർട്ടീസ്, കസ്റ്റഡിയിൽ നിന്ന് പിന്നെ പ്രതിയെ വിടുക, ബെയിൽ ആൻഡ് ബെയിൽ ബോണ്ട്സ് പ്രൊവിഷൻസ്, ജാമ്യ ബോണ്ട്, അതിൻ്റെ വ്യവസ്ഥകളാണ് 478 മുതൽ 496 വരെ. പരീക്ഷ ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. അതായത് ബെയിൽ ആൻഡ് ബെയിൽ ബോണ്ട്സ് എത്ര മുതൽ എത്ര വരെയുള്ള സെക്ഷൻസാണ്, അങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട്. 478 മുതൽ 496 വരെയുള്ള സെക്ഷൻസാണ്. നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കൊക്കെ ബൈഹാർട്ടാവും കേട്ടോ. അടുത്ത ചാപ്റ്റർ 36 ഡിസ്പോസൽ ഓഫ് പ്രോപ്പർട്ടി. കോടതിയിൽ തെളിവായിട്ടും മറ്റും പ്രോപ്പർട്ടികൾ ഹാജരാക്കില്ലേ, വസ്തുക്കളൊക്കെ, അതെങ്ങനെ പിന്നെ ഡിസ്പോസ് ചെയ്യാം. കോടതിയിൽ ഹാജരാക്കുള്ള തൊണ്ടി മുതലുകളൊക്കെ ഇല്ലേ, അത് വിചാരണ കഴിയുമ്പോൾ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് കേസിൻ്റെ രേഖകളല്ലാത്ത ചില പ്രോപ്പർട്ടികളുണ്ടാവും, അത് കേസിലൊക്കെ മാർക്ക് ചെയ്യുന്നതാണ്. അതിനാരെങ്കിലും അവകാശങ്ങളുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം, അല്ലേ? ഇനി അവകാശങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ പെട്ടെന്ന് പെരിഷബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്ത് നടപടിയെടുക്കണം? വേഗം പെരിഷബിൾ പ്രോപ്പർട്ടിയാണ് ഹാജരാക്കുന്നത്, അത് കോടതി ഉടൻ തന്നെ ഓപ്ഷൻ ചെയ്യണം, അത് വിൽക്കണം. ഡിസ്പോസൽ ഓഫ് പ്രോപ്പർട്ടി, കോടതി മുമ്പ് ഹാജരാക്കുന്ന വസ്തുക്കൾ. ഇപ്പോൾ ഉദാഹരണം, 2 കൗസ്, പശുക്കളെ ഹാജരാക്കി, അതവിടെ നിർത്താൻ പറ്റുമോ? കോടതി സൂക്ഷിക്കാൻ പറ്റത്തില്ലോ, അതപ്പോൾ ആരെ ഏൽപ്പിക്കണം? അതുപോലെ കുറച്ച് നട്ട്സ് ഹാജരാക്കുന്നു, നട്ട്സ് സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ, നട്ട്സ് ലേലത്തിൽ ചെയ്യണം, പെരിഷബിൾ ആർട്ടിക്കിളാണ്. ഇപ്പം ഡിസ്പോസൽ ഓഫ് പ്രോപ്പർട്ടി ചാപ്റ്റർ 36 സെക്ഷൻ 497 മുതൽ 505 വരെയാണ്. CRPCയിൽ ഇത് 451 മുതൽ 459 വരെയായിരുന്നു. പിന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ടെസ്റ്റ് എഴുതുന്നവർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടെസ്റ്റ് എഴുതുന്നവർ, ലീഗൽ അസിസ്റ്റൻ്റ് ടെസ്റ്റ് എഴുതുന്നവർ, അവർക്കൊക്കെ ഈ CRPCയുടെ സെക്ഷൻസൂടെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാര്യം ആ രീതിയിൽ നിന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്നാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതുന്ന കോടതി ജീവനക്കാർ, അതുപോലെ അവർക്ക് CRPC നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്രിമിനൽ ജുഡീഷ്യൽ ടെസ്റ്റിന് ഇപ്പം PSCയുടെ സിലബസിൽ തന്നെ BNS-ഉം BNSS-ഉം അതുപോലെ ഭാരതീയ സാക്ഷ്യാധീനിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടുന്നവർ മാത്രം ഇത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതിയാവും. അല്ലാത്തവർക്കൊക്കെ BNS-ഓ അല്ലെങ്കിൽ BNSS-ഒക്കെ അത് തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ ചാപ്റ്റർ 36 ഡിസ്പോസൽ ഓഫ് പ്രോപ്പർട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 37 ഇറഗുലർ പ്രൊസീഡിങ്സ് ആണ്. ക്രമരഹിതമായിട്ടുള്ള, ഇറഗുലറായിട്ടുള്ള ചില ഇറഗുലാരിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രൊസീഡിങ്സ് റോങ് പ്ലേസിലായാലും, അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇറഗുലർ പ്രൊസീഡിങ്സ്, ക്രമരഹിതമായ ചില നടപടികൾ 506 മുതൽ 512 വരെയുള്ള സെക്ഷൻസാണ് ഇറഗുലർ പ്രൊസീഡിങ്സ്. ചാപ്റ്റർ 38 ലിമിറ്റേഷൻ ഫോർ ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് സർട്ടൺ ഒഫൻസസ്. ചില കുറ്റങ്ങൾക്ക് നടപടികൾ എടുക്കുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് അതിനൊരു കാലഹരണം എന്ന് പറയും. ഇപ്പോൾ പോലീസ് ചില FIR ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്ര നാളിനകം ചാർജ് ഫയൽ ചെയ്തിരിക്കണം, അതിനുശേഷം ചാർജ് ഫയൽ ചെയ്താൽ കോടതി നിൽക്കില്ല. അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലിമിറ്റേഷൻ ഫോർ ടേക്കിംഗ് കോഗ്നിസൻസ്. കാര്യം കോടതിക്ക് ചില ഒഫൻസുകൾക്കൊക്കെ കോടതി അതിൽ മേൽ നടപടി എടുക്കുന്നതിന് കോഗ്നിസൻസ് എടുക്കുക എന്ന് പറയും. കോടതി നടപടി എടുക്കുന്നതിന് കോഗ്നിസൻസ് എന്നാണ് പറയുന്നത്. ടേക്കൺ ഓൺ ഫയൽ ആസ് എന്ന് പറഞ്ഞൊക്കെ കോടതിയുടെ ജഡ്ജ് അല്ലെ പ്രിസൈഡിങ് ഓഫീസർ ഈ പോലീസ് ഹാജരാക്കുന്ന ചാർജ് ഷീറ്റൊക്കെ വായിച്ചിട്ട് ടേക്കൺ കോഗ്നിസൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവൊക്കെ ഇടും. അപ്പോൾ അത് ചിലതൊക്കെ കാലഹരണപ്പെട്ട എടുക്കാൻ പറ്റത്തില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. സെക്ഷൻ 513 മുതൽ 519 വരെയാണ് കേട്ടോ. 513 മുതൽ 519 വരെയുള്ള സെക്ഷൻസാണത്. ചില കുറ്റങ്ങൾക്കൊക്കെ നടപടിയെടുക്കുന്നതിന് കാലഹരണപ്പെട്ട എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചാപ്റ്റർ 39 ലാസ്റ്റ് ചാപ്റ്റർ മിസല്ലേനിയസ്, പലവക, സെക്ഷൻ 520 മുതൽ 531 വരെ. അപ്പോൾ ടോട്ടൽ എത്ര സെക്ഷൻസ് ഉണ്ട്?
531 സെക്ഷൻ. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 39 ചാപ്റ്റേഴ്സ്. ഇതൊന്നും ബൈഹാർട്ടാക്കണ്ട ഇപ്പോൾ, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഡിസ്കഷനാണ് നടത്തുന്നത്. ഇന്നിപ്പം ഇത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ക്ലാസ് ചാപ്റ്റർ 1 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ആൾ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.